Hey friends, welcome back to a fresh new video. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പുതിയ റെഫർ ബഗ് അല്ലെങ്കിൽ ഒരു റെഫർ ട്രിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതുമാത്രമല്ല ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ട്രിക്കും കൂടി പറഞ്ഞിരുന്നതായിരിക്കും. ആ ട്രിക്ക് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഡബിൾ പ്രോഫിറ്റ് കിട്ടുന്നതായിരിക്കും അല്ലെങ്കിൽ ഡബിൾ ബോണസ് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. ഈ വെബ്സൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾ സൈനപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് 20 rupees സൈനപ്പ് ബോണസ് കിട്ടുന്നതായിരിക്കും. പിന്നെ മിനിമം റിഡീം എന്ന് വെച്ചാൽ വരും 50 രൂപയാണ്, 50 rupees മിനിമം റിഡീം. ഇനി നമുക്ക് നേരെ ട്രിക്കിലേക്ക് പോവാം. അതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കാണാൻ സാധിക്കൂ. ഇനി എന്താക്കണമെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഇങ്ങനത്തെ ഒരു പേജ് ഓപ്പണായി വരുന്നതായിരിക്കും. ജസ്റ്റ് ഇവിടെ സൈനപ്പ് വിത്ത് ഗൂഗിൾ, സൈനപ്പ് ഒക്കെ ഈസിയാണ്. ജസ്റ്റ് ഞാൻ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത് സൈനപ്പ് വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് പുതിയൊരു ജിമെയിൽ ID കൊടുത്ത് സൈനപ്പ് ചെയ്യാവുന്നതാണ്. ജിമെയിൽ അഡ്രസ് സെലക്ട് ചെയ്ത പാട് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻസ് വരും. നിങ്ങളുടെ നെയിം എൻ്റർ ചെയ്യാൻ പറയും. നെയിം എൻ്റർ ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് നെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം paytm നമ്പർ ആഡ് ചെയ്യാൻ പറയും. നിങ്ങളുടെ ഒറിജിനൽ paytm നമ്പർ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കൂ. ഞാനിത് എൻ്റെ paytm നമ്പറൊക്കെ എൻ്റർ ചെയ്ത് നെക്സ്റ്റ് ആക്കി കൊടുക്കുകയാണ്. ലിങ്ക് യുവർ വാലറ്റ് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അടുത്തതായി ഇവിടെ പ്രൊഫൈലൊക്കെ ഇവിടെ എന്തോ വന്നിട്ടുണ്ട്. ഇനി ലൊക്കേഷൻ ആഡ് ചെയ്യാൻ പറയും. ജസ്റ്റ് നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു സിറ്റി എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ എന്തെങ്കിലും ഒരു സിറ്റി ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അടുത്തത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ അപ്ഡേറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ചെയ്യുന്ന പോലെ ജസ്റ്റ് എന്തെങ്കിലും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ എൻ്റർ ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായി മെയിലോ ഫീമെയിൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ജെൻഡറൊക്കെ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ചെയ്തിട്ടാകുമ്പോൾ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് വെരിഫൈ ചെയ്യാനാണ് പറയുന്നത്. അതിൻ്റെ മുമ്പായിട്ട് ജസ്റ്റ് കണ്ടിന്യൂ ചെയ്ത് കൊടുത്താൽ മതി. ഇമെയിൽ നമുക്ക് പിന്നെ വെരിഫൈ ചെയ്യാം. ഇമെയിൽ വെരിഫൈ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ സൈനപ്പ് ബോണസ് ആഡ് ആവുകയുള്ളൂ. ഇപ്പോൾ കണ്ട 20 rupees ലോക്കായിട്ടാണ് കാണിക്കുന്നത്. അത് അൺലോക്ക് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇമെയിൽ എന്തായാലും വെരിഫൈ ചെയ്യണം. ഇപ്പോൾ എല്ലാം ചെയ്തു. ഇനി ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ജിമെയിൽ അഡ്രസ്സ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ജിമെയിൽ ഞാൻ ഓപ്പൺ ചെയ്തിട്ടാകുമ്പോൾ ഇതിലൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഇമെയിൽ വന്നിട്ടുണ്ട്. crickmania നിന്നൊരു ഇമെയിൽ വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് വെരിഫൈ ഇമെയിൽ ടു അൺലോക്ക് 20 rupees എന്ന് കാണുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ബ്രൗസർ ഓപ്പണായി വരുന്നതായിരിക്കും. ബ്രൗസർ ഓപ്പൺ ആയിട്ടാകുമ്പോൾ ഇപ്പോൾ വെരിഫൈ ആയിട്ടുണ്ട്, സക്സസ്ഫുൾ ആയിട്ട് വെരിഫൈ ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ഏണിംഗ് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഈ വെബ്സൈറ്റിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള മെത്തേഡ്സ് ഉണ്ട്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ റെഫർ ട്രിക്കാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ആദ്യം ഞാൻ നിങ്ങൾക്ക് എൻ്റെ വാലറ്റ് ബാലൻസ് കാണിച്ചു തരാം. 20 rupees ആണ് എൻ്റെ വാലറ്റ് ബാലൻസ്. ഇപ്പോൾ ഞാൻ ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് ഇൻക്രീസ് ചെയ്ത് കാണിച്ചു തരാം. അതിൻ്റെ മുമ്പായിട്ട് റെഫർ ആൻഡ് ഏൺ എന്നൊരു ഓപ്ഷൻസ് ഞാൻ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. അതിനുശേഷം നമ്മളുടെ റെഫറൽ ലിങ്ക് ഫസ്റ്റ് കോപ്പി ചെയ്ത് എടുക്കാനുണ്ട്. ഞാൻ 3 dot ക്ലിക്ക് ചെയ്ത് റെഫർ ആൻഡ് ഏൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ജസ്റ്റ് താഴോട്ട് പോയിട്ടാകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇൻവൈറ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് കാണുന്നുണ്ട്. പെർ ഇൻവൈറ്റ് നിങ്ങൾക്ക് 4 rupees കിട്ടുന്നതായിരിക്കും. കോപ്പി റെഫറൽ ലിങ്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിലോ ഷെയർ ചെയ്യാം. ഞാനിപ്പോൾ കോപ്പി റെഫറൽ ലിങ്ക് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ജസ്റ്റ് ബാക്ക് ചെയ്ത് നിങ്ങളുടെ ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ 3 dot ക്ലിക്ക് ചെയ്ത് ഇൻകോഗ്നിറ്റോ മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് ഉണ്ട്, അത് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ റെഫറൽ ലിങ്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ ബ്ലാക്ക് ആയിട്ടാണ് കാണുന്നത്. ഞാനിപ്പോൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം സെർച്ച് ചെയ്താൽ ഇങ്ങനത്തെ ഒരു പേജ് ഓപ്പൺ ആയി വരും. നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ ഒന്നും കൂടി ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അടുത്തതായി ഇവിടെ നിങ്ങളുടെ paytm നമ്പർ ചോദിക്കുന്നുണ്ട്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ പുതിയൊരു paytm നമ്പർ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റാൻഡമായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. കാരണം ഇവിടെ നിങ്ങൾക്ക് OTP ഒന്നും വെരിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു നമ്പർ 10 digit നമ്പർ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻസാണ് വരുന്നത്. അപ്പോൾ എന്താക്കാന്ന് വെച്ചാൽ നമ്പർ മാറ്റി കൊടുത്താൽ മതി. ജസ്റ്റ് വേറൊരു ഏതെങ്കിലും ഒരു നമ്പർ ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് സക്സസ് ആവുന്നതായിരിക്കും. ബാക്കി പ്രോസസ്സൊക്കെ സെയിം ആണ്, പക്ഷേ ജിമെയിൽ വെരിഫൈ ചെയ്യാൻ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് ആ പ്രോസസ്സ് മാത്രം ഞാൻ പറഞ്ഞുതരാം. ബാക്കിയെല്ലാം ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുകയാണ്. ഇനി ജിമെയിൽ അഡ്രസ്സ് വെരിഫൈ ചെയ്യേണ്ട മാത്രം ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് താഴോട്ട് വരാം. വെരിഫൈ ഇമെയിൽ ടു അൺലോക്ക് എന്ന് കാണുന്നുണ്ട്. അത് കുറച്ച് സമയം ഹോൾഡ് ചെയ്ത് പിടിക്കാം. ഞാൻ ചെയ്യുന്ന പോലെ കുറച്ച് സമയം ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് കോപ്പി ലിങ്ക് URL എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് ലിങ്ക് കോപ്പി ചെയ്തെടുക്കാം. അതിനുശേഷം ക്രോം ബ്രൗസറിൽ തന്നെ നമുക്ക് തിരിച്ച് പോവാം. എന്നിട്ട് ഒന്നും കൂടി ഒരു ന്യൂ ഇൻകോഗ്നിറ്റോ ടാബ് ചെയ്യാം.
അതിനുശേഷം ഇപ്പോൾ കോപ്പി ചെയ്ത ലിങ്ക് അവിടെ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് സെർച്ച് ചെയ്താൽ നിങ്ങളുടെ ഇമെയിൽ വെരിഫൈ ആവുന്നതായിരിക്കും. ഇമെയിലൊക്കെ വെരിഫൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എൻ്റെ മെയിൻ അക്കൗണ്ടിലേക്ക് പോയിട്ട് നോക്കാം. നേരത്തെ 20 രൂപയാണ് ഉണ്ടായത്, ഇപ്പോൾ എത്ര ആയിട്ടുണ്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ 24 ആയിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്ത റെഫർ സക്സസ് ആയിട്ടുണ്ട്. ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബോണസ് ട്രിക്കിനെ കുറിച്ചിട്ട് പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ വീഡിയോൻ്റെ ഫസ്റ്റ് തന്നെ പറഞ്ഞിരുന്നു ഡബിൾ ബോണസ് കിട്ടുമെന്ന്. അതിന് വേണ്ടിയിട്ട് എന്താക്കാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ വേറൊരു ലിങ്ക് തന്നിട്ടുണ്ടാവും. paybox എന്ന് പറഞ്ഞിട്ട് വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൽ ജോയിൻ ചെയ്യാം. അതിനുശേഷം എന്താക്കാന്ന് വെച്ചാൽ ഈ പറഞ്ഞ ട്രിക്ക് ആ വെബ്സൈറ്റിലും വർക്കിംഗ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ജിമെയിൽ ഉണ്ടെങ്കിൽ ഈ വെബ്സൈറ്റിലും പേബോക്സിലും രണ്ടിലും റെഫർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഡബിൾ ബോണസാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത് ഡബിൾ പ്രോഫിറ്റ് കിട്ടുന്നു. എന്ന് വെച്ചാൽ ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പെർ റെഫർ 4 റുപ്പീസും പേബോക്സിൽ നിങ്ങൾക്ക് പെർ റെഫർ 5 റുപ്പീസും കിട്ടും. അപ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് 9 രൂപ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഡബിൾ പ്രോഫിറ്റാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് 2 വെബ്സൈറ്റിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് ഈ ട്രിക്ക് യൂസ് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ മിനിമം 5 ജിമെയിൽ ID ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് 10 തവണ റെഫർ ചെയ്യാൻ സാധിക്കും. 2 വെബ്സൈറ്റിലും കൂട്ടിയിട്ട് നിങ്ങൾക്ക് 10 തവണ റെഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.